ഹലോ ലോയ്റ്റ് വിഗേറ്റ്. അങ്ങനെ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ബിബിൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ബിബിൻ രാവിലെ തന്നെ മുട്ടയിൽ മറ്റേ സോസേജ് ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് കാണുന്നത്. അത് മാത്രമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. എന്നല്ല കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് ഉണ്ട്. ആ പഴത്തിന്റെ കൂടെ എന്തൊക്കെയോ ഇട്ട് അടിച്ചാൽ കുടിക്കുന്നത് കാണാം. എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് ഈ നാടൻ ഫുഡിനോടാണ് താല്പര്യം. ഉച്ചക്കത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നല്ല ഗ്രാൻഡ് ലഞ്ചായിരുന്നു. ബീഫ് മൊരിച്ചതും നല്ല മജ്ബൂസും കൊഴുവ ഫ്രൈയും ചോറും അവിയലും എന്തോ പേരില്ലാത്തൊരു പച്ചക്കറി തോരനും എല്ലാം കൂടെ ചേർത്തൊരു കിഡിലൻ ലഞ്ച്. പച്ചക്കറി സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മമ്മി നിർബന്ധിക്കുന്ന കാരണം ഞാനത് കഴിക്കാറുണ്ട്. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗൾഫിൽ ഗ്യാഡ്ജറ്റ്സിന് ഇത്തിരി റേറ്റ് കുറവാട്ടോ. അതുകൊണ്ട് എന്തായാലും ജർമ്മനി പോകുന്നതിന് മുമ്പ് കുറച്ച് ഗ്യാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ അൽമീറയിൽ പോയി. അങ്ങനെ ഫൈനലി നമ്മളൊരു ഐപാഡ് എടുത്തിരിക്കുക കേട്ടോ. ഐപാഡ് എയർ എന്ന് പറഞ്ഞ മോഡലാണ് എടുത്തേക്കുന്നത്, ഐപാഡ് എയർ M3. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എന്തും സഹിക്കാം, ഈ പച്ചക്കറി കവറിലാണ് അവർ ഐപാഡ് ഇട്ട് തന്നേന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മെട്രോ കയറി നമ്മൾ കറക്റ്റ് ആ സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വരെ ഒരു ബസ് ഉണ്ട് കേട്ടോ. അത് ഫ്രീ ബസ് സർവീസ് ആണ്, മെട്രോന്റെ തന്നെ ഒരു ബസ് സർവീസ് ആണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും തന്നെ ബസ് സർവീസുകളുണ്ട്. ഇനി ബസ് ഇല്ലാത്തടത്താണെങ്കിൽ അവർ ഫ്രീ കാർ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ആദ്യം തന്നെ ആ സാധനം അൺബോക്സ് ചെയ്തു. അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള പ്ലാൻ ആയിരുന്നേ. നേരെ ഫ്രിഡ്ജ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നഗറ്റ്സ് ഇരിക്കുന്നുണ്ട്, സോസേജ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇതൊക്കെ എയർ ഫ്രയറിലാണ് വറക്കാറ്. എടാ ഹെൽത്തി കുട്ടാ, അടി ഗമ്മാലേ. ഇനി എങ്ങാനും ഷുഗർ കുറഞ്ഞു പോയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി 2 മിഠായി മേടിച്ച് കഴിച്ചിട്ടാ. എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ആട്ടോ ഇത്. ജാത്തർ ബ്രെഡും മിക്സ് ആപ്പറ്റൈസറിനകത്ത് ഹമൂസ്, മുത്തബൽ, ബബഗനൂഷ്, ഒലീവ് സാലഡ് അങ്ങനെ പല കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പീത്ത ബ്രെഡും വരാറുണ്ട്. ഇത് ഞങ്ങൾ കഴിച്ചത് സൂഫ്ര സുൽത്താൻ എന്ന് പറഞ്ഞ തുർക്കി റെസ്റ്റോറൻറ്റിൽ നിന്ന്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ. ഈ 2-3 ദിവസത്തെ വീഡിയോസ് ഇപ്പോൾ ഒരുമിച്ചിടുന്നത് ഞങ്ങൾക്ക് നേരം കിട്ടുന്നില്ല എല്ലാ ദിവസവും ഇടാനായിട്ട്. അതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ഞങ്ങൾ നല്ല മൊരിഞ്ഞ നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ദോശയും സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്നായിരുന്നു കേട്ടോ. എപ്പോഴും KFC തന്നെയില്ല, അതുകൊണ്ട് ഒരു ചേഞ്ച് വേണ്ടതെന്ന് ഓർത്ത് ടെക്സസ് ചിക്കൻ എന്ന് പറഞ്ഞ പുതിയൊരു ഔട്ട്ലെറ്റിൽ നിന്നാട്ടോ ഞങ്ങൾ മേടിച്ചത്. ഇപ്പോൾ റീലിലൊക്കെ ഇത് ഭയങ്കര ഫേമസാണ്. പിന്നെ ചിക്കൻ മാത്രം പോരാ, ഒരു പിസ്സയും കൂടെ വേണമെന്ന് ഓർത്ത് ഞങ്ങളുടെ വീടിന് തന്നെ അടുത്തുള്ള ഡോഡോ പിസ്സ എന്ന് പറഞ്ഞെടുത്തുനിന്ന് സ്പൈസി ചിക്കൻ റാഞ്ചാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ KFCയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു, പക്ഷേ കോൾസ്ലോ പറയാതിരിക്കാൻ വയ്യ, കിഡിലും കോൾസ്ലോ ആയിരുന്നു. ഇവന്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് എന്നാണോ എനിക്ക് തിന്നാൻ പറ്റുക ചിന്തിച്ചിരിക്കുക. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നേ. ഇത് രാത്രി ആയതല്ല കേട്ടോ, ഇവിടെ ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും ഇപ്പം രാത്രിയാവും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഇതെന്താ ഈ സന്തോഷം എന്നല്ലേ, ഞങ്ങൾ നേരെ ഡോണറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. ഡങ്കിൻ ഡോണറ്റ്സിലോട്ടോ ഞങ്ങൾ പോയത്. കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു ഇത് വേണോന്ന്. അപ്പൊ സോണിയ വന്നോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോന്നായിട്ട് അതിലോട്ട് എടുത്ത് ആഡ് ചെയ്തായിരുന്നു. അങ്ങനെ 2 പെട്ടി നിറയെ ഡോണറ്റുമായി ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വില്ലാജിയോ മോളിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഈ കാണുന്നതാണ് ടോർച്ച് കേട്ടോ. അതിനകത്ത് നിറയെ ഓഫീസുകളും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ. മോളിലാണെങ്കിൽ 360 ഡിഗ്രി കറങ്ങുന്ന ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി വില്ലാജിയോ മോളിൽ എത്തിയിട്ടോ. ഖത്തറിൽ സത്യം പറഞ്ഞ ഒത്തിരി മോളുകളുണ്ട്. വില്ലാജിയോ മോൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പഴയ ഒരു മോളായിട്ട് തന്നെ വരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോൾ ഇപ്പോഴും വില്ലാജിയോ തന്നെയാണ്. ഇവിടുത്തെ ആ ഒരു ആംബിയൻസും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഇപ്പോഴും വേറൊരു മോളിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വെനീസിൻ്റെ പ്ലാനിലാട്ടോ ഈ മോള് പണിതേക്കുന്നത്. നടുവിൽ കൂടെ കനാല് പോകുന്നു, അതിൽ കൂടെ ബോട്ട് പോകുന്നു. പിന്നെ റൂഫ് സാധാ സീലിംഗ് അല്ല, സ്കൈയുടെ ഡിസൈനുള്ളൊരു സീലിംഗ് ആണ്. ഖത്തറിലോട്ട് ആര് പുതിയതായിട്ട് വന്നാലും എൻ്റെ പേരൻസ് അവരെ കാണിക്കാൻ കൊണ്ടുവന്നത് വില്ലാജിയോ മോളിലോട്ടാണ്. കറക്റ്റ് ഒരു യൂറോപ്യൻ വില്ലേജിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഷോപ്പിങ്ങിനൊന്നും അല്ലെങ്കിലും വെറുതെ ചുമ്മാ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ ബാക്കിയുള്ള മോൾ പോലെ ഒഴിഞ്ഞു കിടക്കുമല്ല, നിറച്ച ആൾക്കാരുണ്ട് വില്ലാജിയോ മോൾ. ഈ മോളിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പെർഫ്യൂം ഷോപ്പാണ് ഇത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത്. ആക്ച്വലി ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, കിഡിലും ഫ്രാഗ്രൻസുകളാണ്. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ഒരു 4 എടുത്ത്. ഇവന്റെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി. ഇന്നൊരു കഞ്ഞി കുടിക്കേണ്ട മൂടായിരുന്നു. അങ്ങനെ നേരെ കഞ്ഞി കുടിക്കാൻ പോയി. നല്ല ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫുഡാണ്. അങ്ങനെ കഞ്ഞി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്തോ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, കൊഴുവറുത്ത ഉണ്ടായിരുന്നു, ബീഫ്, പിന്നെ മീൻ പീര, അങ്ങനെ അതൊക്കെ കൂടെ കഴിച്ച് നല്ലപോലെ വയറ് നിറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.